ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ടുള്ള ദോശ ഉണ്ടാക്കിയാലോ? അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ വീഡിയോ കാണുന്നിടയിൽ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ തരണം കേട്ടോ. അപ്പോൾ ഇത് ദോശ എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ ഞാൻ ഇതിനൊരു ഉള്ളിച്ചമ്മന്തിയും കൂടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാണല്ലോ ചെറുപയർ. പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണ്. നമുക്കിന്ന് ചെറുപയർ ദോശ ഉണ്ടാക്കിയാലോ? അതിന് 2 കപ്പ് ചെറുപയർ, 2 കപ്പ് ചെറുപയർ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് അതേ കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചരി 1 അര സ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് 1-2 പ്രാവശ്യം കഴുകിയെടുക്കുക. പച്ചരിയും ചെറുപയറും ഉലുവയൊക്കെ കൂടി ഇട്ടത് ഞാൻ 2-3 പ്രാവശ്യം നന്നായിട്ട് തിരുമ്മി കഴുകിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 5-6 മണിക്കൂർ സമയം ഒന്ന് കുതിരാൻ വയ്ക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് രാവിലത്തേക്കുള്ളതാണെങ്കിൽ തലേ ദിവസം വെള്ളം ഒഴിച്ചിടുക. പിന്നെ പകലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ നേരം ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർത്തെടുത്തിട്ട് അരച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം രാത്രിയാണ് കേട്ടോ കുതിർത്ത് വയ്ക്കണത്, എനിക്ക് രാവിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കഴുകിയിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അടച്ച് വയ്ക്കുകയാണ്. രാവിലെയാണ് ഞാനിത് അരച്ചെടുക്കുള്ളൂ. അല്ല, രാത്രി ഇതാ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ചെറുപയറും അരിയും ഒക്കെ കൂടി ഞാൻ രാവിലെ എന്നിട്ട് എടുത്തത് ഇത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. രാവിലെ ഞാൻ ഒന്നും കൂടി അതൊന്ന് കഴുകി എടുത്തായിരുന്നു. മുഴുവൻ ഞാൻ ഈ ഒരു ജാറിലേക്ക് ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു പച്ചമുളക് നുറുക്കിയതും കൂടി ഇട്ട് പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഒട്ടും തരിയില്ലാതെ കൊണ്ട് ഇതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമെന്ന്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് വെള്ളമൊക്കെ പാകാട്ടോ, ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ തന്നെ അരച്ച പാടുന്ന ദോശ ഉണ്ടാക്കാം, വേണമെങ്കിൽ പുളിച്ചിട്ടും ഉണ്ടാക്കാം, പുളിക്കാൻ വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാനിതിപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ്. പാനൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം. ഏറ്റവും നല്ലൊരു ആരോഗ്യത്തിനൊക്കെ നല്ല സാധനം കേട്ടോ ചെറുപയർ മുളപ്പിച്ചിട്ടും ചെറുപയർ ദോശയും ചെറുപയറിട്ട് കഞ്ഞി വെച്ച് കുടിക്കണതൊക്കെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ല ഹെൽത്തിയാണത്. എന്നും നമ്മൾ ഒരേ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒന്നിങ്ങനെ തുളിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ആക്കി കൊടുത്തത്. ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ ഇങ്ങനെ എടുക്കാം. ഞാനൊന്നും കൂടി ഒന്ന് അടിഭാഗം കൂടി ഒന്ന് മുരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ 2 ഭാഗം കൂടി മുരിഞ്ഞതാണ് ഇഷ്ടം. അടുത്തതും കൂടി എല്ലാതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതേ മാവ് കൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് ദിവസം ഒരു 3-4 മണിക്കൂറൊക്കെ എടുത്ത് വെച്ച് പുളിച്ചിട്ടാകുമ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാം.
നല്ല രുചിയും സോഫ്റ്റും ഹെൽത്തിയൊക്കെ ആയ ചെറുപയർ ദോശയ്ക്ക് ഞാൻ ഇതെല്ലാം അതിങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു തക്കാളി ചട്നിയോ ചമ്മന്തിയോ എന്തുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതിന് ഒരു ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കണേ. ഉള്ളിച്ചമ്മന്തിയിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ ഈ ദോശ. പെട്ടെന്ന് നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, പെട്ടെന്ന് നമ്മളെ പണിയും കഴിയും. അങ്ങനത്തിന് പറ്റിയൊരു ഹെൽത്തി ആയ ഫുഡാണ്. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ തരണം കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. നാളെ ഞാൻ വീണ്ടും ചെറിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്